ഹായ് ഫ്രണ്ട്സ്, ടെക്സെറ്റ് ഇറുമ്പയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ കാണുന്ന കുഞ്ഞൻ ക്രെയിൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത്. നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നതാണ്. കൂടാതെ ഐ ബട്ടണിലും ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോ കാണാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പെയിൻ്റ് അടിക്കുന്നവരെയായിരുന്നു കാണിച്ചിരുന്നത്. ഇതിപ്പോൾ ഞാൻ നിർത്തിയെടുത്തുനിന്ന് തുടങ്ങുകയാണ്. ഇത് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇലക്ട്രോടെക് എന്നാണ്. അത് ഞാൻ ചാനൽ തുടങ്ങുന്ന സമയത്ത് ആദ്യം ഞാൻ ഇലക്ട്രോടെക് എന്നായിരുന്നു എൻ്റെ ചാനലിൽ പേരിട്ടിരുന്നത്. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഇതേ പേരിൽ മറ്റ് 1-2 ചാനലുകൾ യൂട്യൂബിൽ നിലവിലുണ്ടെന്നും അത് ഓൾറെഡി ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകളാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് ടെക്സെറ്റ് ഇറുമ്പയം എന്നാക്കുകയായിരുന്നു. ഇറുമ്പയം എന്ന് പറയുന്നത് എൻ്റെ സ്ഥലമാണ്. പിന്നെ അവിടുത്തെ എൻ്റെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോയും ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള വീഡിയോ ഒക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ടെക്സെറ്റ് ഇറുമ്പയം എന്ന പേര് ആക്കുകയായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ പെയിൻറ്റിങ് മുഴുവനായിട്ട് കാണിക്കുന്നില്ല. നമ്മുടെ വീഡിയോ ലെങ്ത് ഒരുപാട് കൂടി പോകുന്നു എന്ന് പറഞ്ഞ് എന്നെ 1-2 പേര് ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പെയിൻറ്റിങ് മുഴുവനായിട്ട് കാണിക്കുന്നില്ല. ഇത് ഇനി ഫിനിഷ് ചെയ്ത് മുഴുവൻ എഴുതി കഴിഞ്ഞ് ഫിനിഷ് ആകുമ്പോൾ എങ്ങനെ ഇരിക്കുന്നോ അത് മുതൽ ഇനി നമുക്ക് തുടങ്ങാം. നമുക്കിനി നേരിട്ട് അസംബ്ലിങ്ങിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകാം. അതിനു മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ മെയിൻ ഭാഗം, എൻജിൻ്റെ ഭാഗം എന്ന് പറയാവുന്നത് ഇതിൻ്റെ മോട്ടറുകളാണ്. ഇതിൽ 8 മോട്ടറുകളാണ്, DC മോട്ടറുകളാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ഇതിൻ്റെ എൻജിൻ എന്ന് തന്നെ പറയാം. അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നും അതിൻ്റെ ഗിയർ വീലുകൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് പോകാതെ മുഴുവനായിട്ട് തന്നെ വീഡിയോ കാണുക. എന്ത് തരം മോട്ടറാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്നും എല്ലാം ഞാനിതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി നമുക്ക് ക്രെയിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. ആദ്യം ഞാൻ ചെയ്യുന്നത് നമ്മുടെ ബക്കറ്റ്, നമ്മൾ കോരിയെടുക്കുന്ന അടക്കം തുറക്കം ചെയ്യുന്ന ബക്കറ്റാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കുടയുടെ കമ്പി, മടക്കുന്ന കുടയുടെ ഉള്ളിൽ വട്ടത്തിൽ ചുറ്റി വെച്ചിരിക്കുന്ന കമ്പിയാണ്. അത് 4 എണ്ണം അഴിച്ചെടുത്തു. കുടക്കമ്പി കൊണ്ട് തന്നെയാണ് അത് കണക്റ്റിംഗ് റാഡായിട്ട് ഉപയോഗിക്കുന്നതും കുടക്കമ്പി തന്നെയാണ്. ഇത് ലോക്ക് ചെയ്തെടുക്കുകയാണ്. 2 സൈഡും ഇതുപോലെ ലോക്ക് ചെയ്തെടുക്കുന്നു. ഇതുപോലുള്ള ലൈറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മൾ വീടുകളിലൊക്കെ ഇടാറുണ്ട്. ഇങ്ങനെ വട്ടം കറങ്ങുന്ന, പല കളറിൽ വട്ടം കറങ്ങി വരുന്ന ലൈറ്റ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു മോട്ടറുണ്ട്. ഇതിപ്പോൾ കംപ്ലൈൻ്റ് ആണ്. എനിക്കൊരു സുഹൃത്ത് തന്നതാണ് ഈ മോട്ടർ. ഈ ബൾബ് ഉൾപ്പെടെ തന്നതാണ്, റിപ്പയർ ചെയ്തെടുത്തോളാൻ പറഞ്ഞു. ഇത് കണ്ട, ഇതിലിപ്പോൾ ആ മോട്ടറും ഗിയർ ബോക്സും തമ്മിൽ വിടവ് കാണുന്നുണ്ട്. അത് ഇളക്കമുണ്ട്. അത് ഇതിൽ 2 സ്ക്രൂ ആണുള്ളത്. 2 സ്ക്രൂ മുറുക്കിയിട്ടും ഇളക്കം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പശ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതായി കാണുന്ന മോട്ടറിൽ ഒരു ഗിയർ വരുന്നുണ്ട് ചെറുത്. അതിൽ നിന്നും ഈ കാണുന്ന ഗിയറിലേക്ക് കണക്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ ആ കണക്റ്റ് ചെയ്തതിൽ നിന്നും അടുത്ത ഗിയറിലേക്ക് നമ്മൾ കണക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഈ മോട്ടറിൽ 5 ഗിയറാണ് വരുന്നത്. അതുപോലെ 8 ഗിയർ വീലുകൾ വരുന്ന 3 മോട്ടറുകൾ ഞാൻ ഈ ക്രെയിനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് 2 എണ്ണം നമ്മുടെ ക്രെയിൻ മുന്നോട്ടും പിന്നോട്ടും ചലിക്കുന്നതിനും 1 എണ്ണം ക്രെയിനിൻ്റെ ബോം മുന്നോട്ടും പിന്നോട്ടും പോകുന്നതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവസാനത്തെ ഗിയറും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പടയ്ക്കാം. ഇപ്പോൾ ആ മോട്ടർ നല്ല സ്പീഡിൽ ഹൈ RPM കറങ്ങുമ്പോൾ ഈ ഗിയർ വീലുകളെല്ലാം കണക്ട് ചെയ്ത് വരികയും അവസാനം ചെറിയൊരു കറക്കമായിരിക്കും നമുക്ക് ഔട്ടായിട്ട് കിട്ടുന്നത്. അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അതിൽ നല്ല പവർ കിട്ടുന്നതാണ്, കറക്കിയെടുക്കുന്നതിനുള്ള പവർ കിട്ടും. അപ്പം ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത്, ഇതിൽ ഈ കാണുന്ന ക്യാബിൻ കറക്കുന്ന ഈ മോട്ടർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഞാൻ അതിന് പകരം ഇപ്പോൾ നമ്മൾ ഈ സെറ്റ് ചെയ്തെടുത്ത ഈ മോട്ടർ ഞാനിതിൽ വെച്ച് പിടിപ്പിക്കുന്നതാണ്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഈ മോട്ടറിൻ്റെ ഗിയർ വീലുകൾ പൊട്ടിപ്പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന്. അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോയൊരു മോട്ടറാണ് ഞാനിപ്പോൾ ഇതിൽ മാറ്റി വെച്ചത്. അതിനുശേഷമാണ് ഞാനിതിൽ ക്ലച്ച് എന്നുള്ളൊരു ചിന്ത എനിക്ക് വരികയും അത് സെറ്റ് ചെയ്യുകയും ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ ക്യാബിൻ പിടിപ്പിച്ചെടുക്കാം. ക്യാബിനിലേക്കുള്ള വയർ കണക്ഷനുകളെല്ലാം വരുന്നത് ഈ കാണുന്ന 2 റിബൺ വയറുകളിലൂടെയാണ്. ഈ റിബൺ വയറുകൾ ചിലവർക്ക് തോന്നാം കറങ്ങുമ്പോൾ പൊട്ടിപ്പോവില്ലേ, ഒരയില്ലേ എന്നൊക്കെ തോന്നാം. പക്ഷേ ഈ റിബൺ വയറുകൾ വരുന്നത് താഴെയിൽ നിന്ന് വരുന്നത് തന്നെ ഒരു പൈപ്പിൻ്റെ ഉള്ളിലൂടെയാണ്.
ഈ പൈപ്പിൻ്റെ പുറത്ത് കറക്റ്റ് സീറ്റിംഗ് ആയിട്ടാണ്. പൈപ്പിൻ്റെ ഔട്ടർ നമ്മുടെ ബെയറിങ്ങിൻ്റെ ഇന്നറിൽ കറക്റ്റ് സീറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഈ ബെയറിങ്ങിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് അങ്ങ് ഇറക്കി നിർത്തി കഴിഞ്ഞാൽ ഈ പൈപ്പിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മുടെ വയറുകൾ വരുന്നത്. ആ പൈപ്പിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പൈപ്പ് ഇട്ട് അതിലൂടെയാണ് നമ്മുടെ മോട്ടറിൻ്റെ റാഡ് നീണ്ടു നിൽക്കുന്നത്. അതുകൊണ്ട് വയറും മോട്ടറും തമ്മിൽ ഒരയുകയോ ഒന്നും ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ വയർ പൊട്ടിപ്പോവുകയില്ല. ഇനി നമ്മുടെ മോട്ടർ കറങ്ങുന്നതനുസരിച്ച് നമ്മുടെ ക്യാബിൻ കറക്കിയെടുക്കുന്നതിനായി ഈ ഒരു പ്ലേറ്റാണ് ഞാൻ വെച്ച് പിടിപ്പിക്കുന്നത്. ഈ മോട്ടറിൻ്റെ അറ്റത്ത്, ഈ റാഡിൻ്റെ അറ്റത്ത് നമ്മുടെ ആദ്യം ബൾബിലിരുന്ന ആ സ്ക്രൂ തന്നെയാണ് ഞാൻ ഇട്ട് മുറുക്കി കൊടുക്കുന്നത്. അപ്പോൾ മോട്ടർ കറങ്ങുന്നതിനനുസരിച്ച് ഈ പ്ലേറ്റും കറങ്ങുന്നതാണ്. ഇനി നമുക്ക് ഈ വയറുകളെല്ലാം കറക്റ്റ് ക്ലിപ്പാണ്. ആ ക്ലിപ്പിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഈ കാണുന്ന വയറുകൾ മറ്റൊന്നുമല്ല, ഇതിലിരിക്കുന്ന ഈ 4 മോട്ടറും അതുപോലെ ഇതിൽ ഹെഡ്ലൈറ്റ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള വയറുകൾ മാത്രമാണ് ഇതിലുള്ളത്. ഈ വയറുകൾ 2 സൈഡിലായിട്ട് ക്ലിപ്പ് ചെയ്തിരിക്കുന്നു. ഇത് കറങ്ങുന്നതനുസരിച്ച് വയറുകൾ ഒപ്പം കറങ്ങുന്നതുകൊണ്ട് അത് പൊട്ടിപ്പോവുകയൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ക്ലച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം. കൃത്യമായിട്ട് തന്നെ നമ്മുടെ ക്ലച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ആ പ്ലേറ്റ് ആ റബ്ബറിലൂടെ വരുന്നത് അനുസരിച്ച് ലോഡാവുകയും അവസാനം ആ സ്റ്റോപ്പറിൽ വരുമ്പോൾ നമ്മുടെ ക്യാബിൻ മുഴുവത്തോടെ കറക്കിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്യാബിൻ സെറ്റ് ചെയ്യാം. ക്യാബിൻ്റെ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ എക്സ്റേ ഫിലിം കട്ട് ചെയ്ത് അതേപോലെയുള്ള ആകൃതിയിലൊക്കെ കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചെടുത്തും സ്റ്റാപ്ലർ ചെയ്തൊക്കെ വെച്ചിരിക്കുന്നതാണ് ക്യാബിൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ബക്കറ്റിലേക്ക് ഈ റോപ്പ് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ റോപ്പ് ഈ മോട്ടറിൽ നിന്നും നീളം കൂട്ടി മോട്ടർ കറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മോട്ടർ കറങ്ങുന്നതനുസരിച്ച് ആ ചുറ്റി വെച്ചിരിക്കുന്നത് അയഞ്ഞു വന്ന് അങ്ങനെ എടുത്താണ്. ആ റോപ്പ് ഞാൻ ഈ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയാണ് സെറ്റ് ചെയ്യുന്നത്. ഒരു റോപ്പ് നമ്മുടെ മൊത്തത്തിൽ ബക്കറ്റിനെ പിടിച്ചു നിർത്തുകയും രണ്ടാമത്തെ റോപ്പ് ബക്കറ്റിൻ്റെ ഉള്ളിലായിട്ടൊരു വെയിറ്റ് ഇട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞാണ് ആദ്യത്തെ വീഡിയോയിൽ. ആ വെയിറ്റിലേക്കാണ് രണ്ടാമത്തെ റോപ്പ് കണക്ട് ചെയ്യുന്നത്. അത് കൺട്രോൾ ചെയ്യുന്നതനുസരിച്ച് വെയിറ്റ് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ബക്കറ്റ് അടക്കുകയും തുറക്കുകയും ചെയ്യുന്ന ഒരു മാനുവലായിട്ടുള്ളൊരു രീതിയാണ് ഞാനിതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ റോപ്പ് ഞാൻ ഈ വെയിറ്റിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ക്യാബിൻ്റെ ബാക്ക് വശം സെറ്റ് ചെയ്യാം. ഇത് തെർമോക്കോളിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത് കറക്റ്റായിട്ട് എക്സ്റേ ഫിലിമിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അതേ രീതിയിലാണ് എക്സ്റേ ഫിലിമും ഡിസൈൻ ചെയ്തത്. ഇത് സ്ക്രൂ ചെയ്യുന്നില്ല. ഇത് ജസ്റ്റ് 2 മുട്ടുസൂചി ഈ എക്സ്റേ ഫിലിമുമായിട്ട് മുട്ടുസൂചി കുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതോടുകൂടി നമ്മുടെ ക്രെയിൻ്റെ അസംബ്ലിങ് തീർന്നു. ഇനി നമുക്കിത് വർക്കിംഗ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഇത് ഞാൻ പവർ കണക്ട് ചെയ്യുകയാണ്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ബാക്കിലേക്ക് നമ്മുടെ പിന്നുകളെല്ലാം കണക്ട് ചെയ്യുന്നു. നമ്മുടെ കൺട്രോൾ യൂണിറ്റിലേക്കുള്ള പവർ സപ്ലൈ കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ക്രെയിനിൻ്റെ LED ബൾബ്, ഡാൻസിങ് ലൈറ്റൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ മുന്നോട്ടും പിന്നോട്ടും ഓടുന്നുണ്ട് വണ്ടി. ഈ നിലത്ത് കിടക്കുന്ന ആ കല്ല് കോരിയെടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനായിട്ട് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും 2 റോപ്പുകളും റിലീസ് ചെയ്ത് കൊടുക്കുകയാണ്. 2 റോപ്പും താഴത്തേക്ക് ഇറക്കി വിടുന്നതനുസരിച്ച് താഴ്ന്നു വരികയും അവസാനം വെയിറ്റിൻ്റെ റോപ്പിൽ വലിക്കുമ്പോൾ അത് അടയുകയും ചെയ്യുന്നു. അതിനുശേഷം രണ്ടും മെല്ലെ മെല്ലെ മുകളിലേക്ക് ഉയർത്തുകയാണ്. അതിനുശേഷം നമ്മുടെ ക്യാബിൻ മൊത്തത്തിൽ കറങ്ങുകയും ഇപ്പോൾ ആ വണ്ടിയിലേക്കാണ് ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ മുട്ടുന്നതിനാൽ ഞാൻ ബൂം മൊത്തത്തിൽ പൊക്കുകയാണ്. മുഴുവത്തോടെ പൊക്കി ഈ വണ്ടിയിലേക്ക് എങ്ങനെയാണ് ഇത് ഇറക്കി വെക്കുന്നതെന്നാണ് എനിക്ക് കാണിക്കുന്നത്. അതിനായിട്ട് വണ്ടിയുടെ അടുത്തേക്ക് നമ്മൾ ഈ ക്രെയിൻ എത്തിക്കേണ്ടതുണ്ട്. ഈ 2 ചക്രങ്ങളിലും 2 സെപ്പറേറ്റ് മോട്ടറുകൾ വെച്ചതിൻ്റെ ഉദ്ദേശം പെട്ടെന്ന് വണ്ടി തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതായത് ഒരു വീല് മുന്നോട്ടും ഒരു വീല് പുറകോട്ടും കറങ്ങുമ്പോൾ പെട്ടെന്ന് നിന്നെടുത്ത് JCB ഒക്കെ വർക്ക് ചെയ്യുന്നതിന് പോലെ തിരിച്ചെടുക്കാൻ കഴിയും എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിരുന്നത്. എന്നാൽ നമ്മുടെ ഈ ക്രെയിനിന് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ വെയിറ്റ് വരുന്നതിനാൽ 2 ചക്രവും ഒരേ സമയം കറങ്ങുമ്പോൾ മാത്രമാണ് ഇപ്പോൾ അത് മുന്നോട്ടോ പിന്നോട്ടോ എങ്ങോട്ടാണെങ്കിലും പോകുന്നുള്ളൂ. ഒരു ചക്രം മുന്നോട്ടോ ഒരു ചക്രം പുറകോട്ടും കറങ്ങുമ്പോൾ അത് മുമ്പോട്ടും പുറകോട്ടും പോകാത്തൊരവസ്ഥയിലാണ് നിന്നിരുന്നത്. അതുകൊണ്ട് അങ്ങനെ തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല. അത് നമ്മുടെ ക്രെയിനിന് വെയിറ്റ് കൂടുതലായിപ്പോയി. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്.
അപ്പം ഞാൻ ബക്കറ്റ് താഴെ കൊണ്ടുവന്നതിന് ശേഷം വെയിറ്റിൻ്റെ റോപ്പ് ലൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റ് താഴത്തേക്ക് വരുമ്പോൾ ആ അടപ്പ് തുറക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ബക്കറ്റ് തുറക്കുന്നതിൻ്റെ സിസ്റ്റം. വെയിറ്റ് മുകളിലേക്ക് പൊങ്ങുമ്പോൾ അടപ്പ് അടയുകയും വെയിറ്റ് താഴത്തേക്ക് വരുമ്പോൾ അടപ്പ് തുറക്കുകയും ചെയ്യും. അപ്പോൾ ബക്കറ്റിനെ ബലമായിട്ട് പിടിച്ച് ഒരു റോപ്പിൽ നിർത്തിയെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. വെയിറ്റ് താഴത്തേക്ക് വരുന്നതനുസരിച്ച് ബക്കറ്റും താഴത്തേക്ക് വരികയാണെങ്കിൽ അടയുമില്ല തുറയുമില്ല, എങ്ങനെയാണ് നിൽക്കുന്ന ആ രീതിയിൽ തന്നെ താഴ്ന്നു വരും. അതിനാണ് 2 റോപ്പുകൾ നമ്മൾ ഒരേ സമയം കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ 2 റോപ്പ് ഒരേപോലെ റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ് താഴത്തേക്ക് അത് വരുന്നത്. ഇത് താഴെ എത്തിയതിന് ശേഷം നമ്മൾ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന, അതായത് ബക്കറ്റിൻ്റെ ഉള്ളിലുള്ള വെയിറ്റ് ആ റോപ്പ് വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബക്കറ്റിനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന റോപ്പ് ലൂസ് ആവുകയും ആ വെയിറ്റ് ഉള്ള റോപ്പ് വലിയുമ്പോൾ അത് അടഞ്ഞു വരികയും ചെയ്യും. ആ ഒരു റോപ്പിലാണ് പിന്നെ പൊങ്ങിപ്പോകുന്നത്. പിന്നെ ഇത് ലൂസ് വരുന്ന, ബക്കറ്റിനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ആ റോപ്പ് ലൂസ് വരുന്ന അനുസരിച്ച് മാത്രം വലിച്ച് മുറുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു ബക്കറ്റിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. മാസുള്ള ഏതൊരു വസ്തുവിനെയും ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു എന്നുള്ള തത്വം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു രീതിയാണിത്. ഹൈഡ്രോളിക് ഒക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു അടക്കം തുറക്കം ചെയ്യുന്നതിന് വേണ്ടി മാനുവലായിട്ട് ചെയ്തിരുന്ന ഒരു രീതിയാണിത്. ഇത് എത്ര പേര് കണ്ടിട്ടുണ്ടാവും എന്നറിയില്ല. ഞാനിത് കമ്പനിയിൽ HNL കമ്പനിയിൽ വെച്ച് കാണുകയും അതിൽ അതുപോലെ തന്നെ ഒരെണ്ണം ഉണ്ടാക്കിയെടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് കരുതി ചെയ്തെടുത്തിട്ടുള്ള ഒരു മാതൃക ആണിത്. ഏകദേശം 6 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ ക്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ഐഡിയ ഉപയോഗിച്ചും അതുപോലെ അന്ന് എനിക്ക് ലഭ്യമായിട്ടുള്ള ഉപയോഗശൂന്യങ്ങളായ വസ്തുക്കളും അങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ എത്രത്തോളം ഇന്ന് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇത് എത്രത്തോളം പ്രേക്ഷകർ ഉൾക്കൊള്ളും എന്നതിനെക്കുറിച്ച് അറിയില്ല. എന്നാലും ഞാനത് ഉണ്ടാക്കിയ ഒരു സാധനം എന്ന രീതിയിൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ കാര്യം കമൻറ്റിലൂടെ എന്നെ അറിയിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, HNL വെച്ച് ഞാൻ കണ്ട ഒരു വലിയ ക്രെയിനിൻ്റെ ചെറിയൊരു മാതൃക ഉണ്ടാക്കിയതാണെന്ന്. പക്ഷെ അതിലില്ലാത്ത ചില സവിശേഷതകളാണ് ഞാനിപ്പോൾ പറയുന്നത്. പഴയകാല ക്രെയിനുകളുടെയൊക്കെ ബൂം എന്ന് പറയുന്നത് ഒരു നിശ്ചിത ഒരു നീളം, ഒരു 50 മീറ്റർ ആണെങ്കിൽ 50 മീറ്റർ, 20 മീറ്റർ ആണെങ്കിൽ 20 മീറ്റർ, ആ ഒരു രീതിയിലായിരുന്നു ബൂം. അത് നീളം കുറയ്ക്കുവാനോ കൂട്ടുവാനോ സാധിക്കുന്നതല്ലായിരുന്നു. ഉയർത്തുക, താഴ്ത്തുക, കോരിയെടുക്കുക, ചുറ്റിക്കറങ്ങുക എന്നുള്ളത് മാത്രമായിരുന്നു പഴയകാല വലിയ ക്രെയിനുകളിലൊക്കെ ഉണ്ടായിരുന്നത്. അതായത് ഹൈഡ്രോളിക് വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നാൽ അത് ബൂം ഉയർന്നു പൊങ്ങുന്നതിനൊരു പരിധി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭൂമിൻ്റെ നീളം ഒരു 20 മീറ്റർ ആണ് ഭൂമിൻ്റെ നീളമെങ്കിൽ അതിൻ്റെ റോപ്പ് ആ 20 മീറ്റർ അകലെ ആയിരിക്കും ക്രെയിനിൽ നിന്നും നിൽക്കുന്നത്.
ഇത് മാക്സിമം ഉയർന്നു പൊങ്ങിയാലും ഒരു 15 മീറ്ററിൽ കൂടുതൽ ക്രെയിനിലേക്ക് അടുത്ത് വരുന്ന രീതിയിലല്ല പഴയകാല ക്രെയിനുകൾ. എന്നാൽ നമ്മുടെ ഈ ക്രെയിൻ എന്ന് പറയുന്നത് ഏകദേശം ഒരടിയോളമാണ് നമ്മുടെ ബക്കറ്റ് ക്രെയിനിൽ നിന്നും വിട്ടു നിന്നിരുന്നത്. എന്നാൽ ക്രെയിനിൻ്റെ ബൂം പൊങ്ങിയ സമയത്ത് ക്രെയിനിൽ തന്നെ നമ്മുടെ ബക്കറ്റ് ഇറക്കി വെക്കാവുന്ന രീതിയിൽ കൊണ്ടുവരാൻ കഴിയും. അതായത് അത്രത്തോളം ഇത് പൊക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ താത്തുക എന്ന് പറഞ്ഞാലും അത് നിലത്ത് മുട്ടി വരുന്നവരെ താത്തി ഭൂമി നിലത്ത് താഴെ വന്ന് നിലത്ത് മുട്ടുന്ന അത്രയും തന്നെ ഇത് താത്തിയെടുക്കാനും കഴിയുന്നുണ്ട്. അതൊരു മറ്റേ പഴയ ക്രെയിനിൽ ഇല്ലാത്ത, അതായത് ഞാൻ കണ്ട ക്രെയിനിൽ ഇല്ലാതിരുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യവുമാണത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ബൂം എന്ന് പറയുന്നത് 2 പാർട്ടാണ്. സാധാരണ ഇതുപോലുള്ള വലിയ ക്രെയിനിൻ്റെയൊക്കെ ബൂം ഒറ്റ പാർട്ടായിരിക്കും. സ്ട്രെയിറ്റ് പൊക്കുക താത്തുക എന്നുള്ളതല്ലാതെ നീളം കൂട്ടാനോ കുറയ്ക്കാനോ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ ബൂം നമുക്ക് ചുരുക്കാം. അതായത് അരയടിയായിട്ട് നീളം ചുരുക്കുകയും പിന്നെ ഒരടിയായിട്ടത് നീട്ടുകയും ചെയ്യാവുന്ന രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതും ഇതിൻ്റെ ഒരു സവിശേഷതയാണ്. പിന്നെ സാധാരണ ക്രെയിനുകളൊക്കെ ചെയിനയിലാണ് ഓടുന്നത്. ഇതിൽ ചെയിനില്ല, അതിന് പകരം JCB ഒക്കെ ഓടുന്നത് പോലെ 4 ചക്രമാണ് ഓടുന്നതിന് വേണ്ടി 4 ടയറുകളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ ക്രെയിൻ നിർമ്മിച്ചതിൻ്റെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാനിത് ഉണ്ടാക്കിയ സമയത്ത് വീഡിയോ എടുക്കാനോ അന്ന് ക്യാമറയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല. ഈ ഒരു ക്രെയിൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇതിലും വ്യത്യസ്തമായൊരു വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം.